പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ കഴിഞ്ഞ ദിവസം കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും കേരളത്തിലെ സൂപ്പർ സ്റ്റാറുകളിൽ ഒരാളായിട്ടുള്ള മോഹൻലാലുമായിട്ടുള്ള ഇൻ്റർവ്യൂ എല്ലാ ചാനലുകളും ടെലികാസ്റ്റ് ചെയ്തു. ഏതാണ്ടൊരു 3/4 മണിക്കൂർ നീണ്ടു നിന്ന ഇൻ്റർവ്യൂ. അത് പബ്ലിക് റിലേഷൻസ് വകുപ്പാണ് തയ്യാറാക്കിയത്. TK രാജീവ് കുമാർ എന്ന് പറഞ്ഞ പ്രശസ്ത സംവിധായകനാണ് ആ അഭിമുഖം സംവിധാനം ചെയ്തത്. ആ അഭിമുഖം മലയാളത്തിലെ എല്ലാ ചാനലുകളും പ്രസിദ്ധീകരിച്ചു. കുറച്ച് പണം നൽകി, PRD പണം നൽകി പ്രക്ഷേപണം ചെയ്യുന്നതാണെന്നുള്ളത് കൊണ്ടാണ് എല്ലാ ചാനലുകളും ഇന്നലെ ഏതാണ്ട് ഒരു 3/4 മണിക്കൂറോളം ഈ പിണറായി വിജയനും മോഹൻലാലും തമ്മിലുള്ള ആ ഇൻ്റർവ്യൂ പ്രക്ഷേപണം ചെയ്തു. ആ ഇൻ്റർവ്യൂവിനെ കുറിച്ചിട്ട് ഞാനൊരു സീരീസ് ഓഫ് വീഡിയോകൾ ഞാൻ ചെയ്യുന്നുണ്ട്. അതിൽ പെട്ടെന്ന് തന്നെ ചെയ്യണം എന്ന് തോന്നിയ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഒരു തയ്യാറെടുപ്പുമില്ലാതെ ചെയ്യാൻ പോകുന്നൊരു വീഡിയോ. അതെന്താണെന്ന് ചോദിച്ചാൽ, പിണറായി വിജയൻ തൻ്റെ മോഹൻലാലുമായിട്ടുള്ള അഭിമുഖത്തിൽ പറഞ്ഞ ഒരു പരാമർശം പാർട്ടിയെ മാത്രമേ തനിക്ക് ഭയമുള്ളൂ എന്നാണ്. അതായത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പറയുന്ന പാർട്ടിയെ മാത്രമേ തനിക്ക് ഭയമുള്ളൂ എന്ന് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ മോഹൻലാലുമായിട്ടുള്ള അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ എന്തായാലും ഒരു വീഡിയോ അടിയന്തരമായി ചെയ്യണം എന്ന് ഞാൻ തീരുമാനിച്ചു. ഒരു തയ്യാറെടുപ്പുമില്ലാതെ, പ്രത്യേകിച്ചൊന്നും ആലോചിക്കാതെ ആണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിയത്. കാരണം അത്രയേറെ ഞെട്ടൽ എന്നിലുണ്ടായി ഈ പിണറായി വിജയൻ്റെ ഈ പരാമർശം കേട്ടപ്പോൾ. പാർട്ടിയെ മാത്രമേ തനിക്ക് ഭയമുള്ളൂ അത്രയും. സുഹൃത്തുക്കളെ, കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി, 5 ലക്ഷം അംഗങ്ങളുള്ള, ലക്ഷക്കണക്കിന് അഭ്യുദയകാംക്ഷികളും ഒക്കെയുള്ള, ലക്ഷക്കണക്കിന് വോട്ടർമാരുള്ള കേരളത്തിലെ ഏറ്റവും വലിയ ഒരു പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് വരുമ്പോഴും പാർട്ടിയാണ് വലുത്. ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് വരുമ്പോഴും ഗവൺമെൻറ് അല്ല അവർക്ക് പ്രധാനം, പാർട്ടിയാണ് പ്രധാനം. പാർട്ടിയുടെ നയങ്ങൾ നടപ്പിലാക്കാനുള്ള ഒരു ഉപകരണം മാത്രമാണ് സർക്കാർ, ഗവൺമെൻറ്. അത് എത്രയോ കാലമായി നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ അധികാരത്തിൽ വരുമ്പോഴെല്ലാം പരമോന്നത നേതാവ് മുഖ്യമന്ത്രി ആയിരിക്കില്ല, പാർട്ടി ആയിരിക്കും, പാർട്ടി സെക്രട്ടറി ആയിരിക്കും. കാരണം നമ്മളിതുവരെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് 2016 വരെ നമ്മളത് ഏതാണ്ട് 2016-15 വരെയൊക്കെ നമ്മളതാണ് കണ്ടുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് പിണറായി വിജയൻ 4 ടേം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഒരു തവണ VS 5 വർഷം മുഖ്യമന്ത്രിയായി. VS 5 വർഷം മുഖ്യമന്ത്രി ആയിരുന്ന സമയത്തും ആ സർക്കാരിൽ ഭരണം നടത്തിയത് പിണറായി വിജയനായിരുന്നു. VS-നെ പോലെ മഹാനായിട്ടുള്ള, വളരെ ലെജൻഡറി ആയിട്ടുള്ള, വളരെ ഇച്ഛാശക്തിയുള്ള, അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള കേരളത്തിലെ CPM-ൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളായ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ പോലും പാർട്ടിയുടെ തീരുമാനങ്ങൾ പിണറായി വിജയനിലൂടെ VS-ൻ്റെ സർക്കാർ പോലും നടപ്പിലാക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് അന്ന് ഒരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കിയിരുന്നു. അതിനകത്ത് എനിക്കൊന്ന് PK ഗുരുദാസൻ അങ്ങനെയുള്ള ചില ആളുകളുണ്ടായിരുന്നു. അത് പാർട്ടിയും ഗവൺമെൻറ്റുമായി കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കമ്മിറ്റി ഉണ്ടാക്കിയിരുന്നതെങ്കിലും VS അച്യുതാനന്ദൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, VS അച്യുതാനന്ദൻ ഏതൊക്കെ ഫയലിൽ ഒപ്പിടണം, എവിടെയൊക്കെ ഒപ്പിടണം എന്ന് തീരുമാനിക്കുകയായിരുന്നു ആ കമ്മിറ്റിയുടെ ലക്ഷ്യം. VS അച്യുതാനന്ദൻ ഒപ്പിടേണ്ട നിർണായകമായിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള ഫയലുകളെല്ലാം AKG സെൻറ്റർ, സെക്രട്ടേറിയറ്റിൽ നിന്ന് AKG സെൻറ്ററിൽ പോയി അവിടെ ഒരു പരിശോധനയ്ക്ക് വിധേയമായി പാർട്ടി എന്താണോ, പാർട്ടി എന്ന് പറഞ്ഞാൽ അന്ന് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലായിരുന്നല്ലോ പാർട്ടി, പിണറായി വിജയൻ എന്താണോ തീരുമാനിക്കുന്നത് അത് തീരുമാനിക്കാനായിട്ട് ആ ഫയല് തയ്യാറാക്കി മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ അടുത്ത് വരും, അദ്ദേഹം അത് ഒപ്പിടും. അതാണ് ആ കാലത്തും ഒക്കെ നടന്നിരുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് ഉള്ളപ്പോൾ ഭരണം നടത്തിയിരുന്നത് യഥാർത്ഥത്തിൽ പാർട്ടി സെക്രട്ടറിയിലൂടെ അങ്ങനെയായിരുന്നു അത് നടന്നിരുന്നത്. എന്നാൽ പിണറായി വിജയൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പോയി 2016 മുഖ്യമന്ത്രി ആയതിനു ശേഷം 2026 വരെ എന്താ സുഹൃത്തുക്കളെ നടന്നത്? പാർട്ടിയായിരുന്നോ ഭരിച്ചുകൊണ്ടിരുന്നത്?
പാർട്ടിയുടെ നേതൃത്വത്തിലായിരുന്നോ ഭരണം? പാർട്ടി സംസ്ഥാന സെക്രട്ടറി പാർട്ടിക്ക് വേണ്ടി എടുക്കുന്ന തീരുമാനങ്ങളായിരുന്നോ സർക്കാർ നടപ്പിലാക്കിയിരുന്നത്? ഒരിക്കലുമല്ല. ആർക്കാണ് അങ്ങനെയല്ല അറിയാൻ പാടില്ലാത്തത്? യഥാർത്ഥത്തിൽ പാർട്ടിയെ മാത്രമേ തനിക്ക് ഭയമുള്ളൂ എന്ന് പറയുന്ന പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് പോലും അയാളുടെ തീരുമാനങ്ങളാണ് അന്ന് പാർട്ടി എന്നുള്ള നിലയിൽ നടപ്പിലായിരുന്നത്. പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് പോലും പാർട്ടിയെ അയാൾക്ക് ഭയമായിരുന്നില്ല, പാർട്ടിക്ക് അയാളെ ഭയമായിരുന്നു. അയാൾ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് പോലും നമ്മൾ കണ്ടതല്ലേ 2007 ലാവ്ലിൻ കേസിൽ പിണറായി വിജയൻ പ്രതിയായത് മുതൽ 2013 പിണറായി വിജയനെ ആ കേസിൽ നിന്ന് തിരുവനന്തപുരം CBI കോടതി കുറ്റമുക്തനാക്കുന്നത് വരെ, അല്ലെങ്കിൽ അതിനുശേഷം പിന്നെ എന്തായാലും ആ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് പിന്നെ ലാവ്ലിൻ കേസിൽ പ്രതിയായിരുന്ന സമയത്തെല്ലാം പാർട്ടി സെക്രട്ടറി ആയി തുടരുകയില്ലായിരുന്നു പിണറായി വിജയൻ. അപ്പോൾ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്തും പിണറായി വിജയന് പാർട്ടിയെ പേടിയായിരുന്നില്ല, പാർട്ടിക്ക് പിണറായി വിജയനെ പേടിയായിരുന്നു, പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സമയത്ത് പോലും. എന്നാൽ 2016 പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വന്നത് മുതൽ എന്താ സംഭവിച്ചത്? പാർട്ടി സെക്രട്ടറിയുടെ അധികാരവും കൂടി പിണറായി വിജയൻ തന്നിലേക്ക് സന്നിവേശിപ്പിച്ച് ആവാഹിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരികയല്ലായിരുന്നു ചെയ്തത്. മുഖ്യമന്ത്രി ആയതോടുകൂടി ഗവൺമെൻറ്റിൻ്റെ തീരുമാനവും പാർട്ടിയുടെ തീരുമാനവും പിണറായി വിജയൻ എടുക്കുന്നുള്ള നിലയിലേക്ക് മാറുന്നതല്ലേ നമ്മൾ പിന്നീട് കണ്ടത്. 2016 മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ 2017 യുവതി പ്രവേശവുമായി ബന്ധപ്പെട്ട ആ വിഷയം വന്ന സമയം മുതൽ ആ സമയത്തൊക്കെ തന്നെ എന്താ ചെയ്തത്? പിണറായി വിജയൻ്റെ തീരുമാനമായിരുന്നു പാർട്ടി തീരുമാനം, പിണറായി വിജയൻ്റെ തീരുമാനമായിരുന്നു സർക്കാരിൻ്റെ തീരുമാനം. പിണറായി വിജയൻ്റെ ഏകാധിപത്യ ഭരണമല്ലേ പാർട്ടിയിലും സർക്കാരിലും നടന്നുകൊണ്ടിരുന്നത്. 2021 ആയപ്പോൾ 75 വയസ്സിന് മുകളിൽ കൂടുതലുള്ള ആളുകൾ മത്സരിക്കേണ്ട എന്നുള്ള തീരുമാനം യഥാർത്ഥത്തിൽ പാർട്ടി എടുത്തെങ്കിലും പിണറായി വിജയനല്ലേ അതെടുത്തത്. 2 ടേമിൽ കൂടുതൽ ഒരാൾ മത്സരിക്കേണ്ട എന്നുള്ള തീരുമാനം യഥാർത്ഥത്തിൽ പാർട്ടിയാണ് എടുത്തതെങ്കിലും പിണറായി വിജയനല്ലേ എടുത്തത്. തൻ്റെ മരുമകനെ മന്ത്രിയാക്കാനുള്ള തീരുമാനം പാർട്ടി എടുത്തെങ്കിലും അത് പിണറായി വിജയൻ്റെ തീരുമാനമല്ലേ പാർട്ടി അംഗീകരിച്ചത്. 2021 മുതൽ 2026 വരെ CPM എന്ന് പറഞ്ഞാൽ ഈ പാർട്ടി എടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങളെല്ലാം തന്നെ പാർട്ടിയുടെ തീരുമാനങ്ങളായിരുന്നു, പിണറായി വിജയൻ്റെ തീരുമാനങ്ങളായിരുന്നില്ലേ. പിണറായി വിജയൻ എടുക്കുന്ന തീരുമാനങ്ങൾ പാർട്ടി നടപ്പിലാക്കുന്നു, പിണറായി വിജയൻ എടുക്കുന്ന തീരുമാനങ്ങൾ സർക്കാർ നടപ്പിലാക്കുന്നു എന്നുള്ള നിലയിലല്ലേ കഴിഞ്ഞ 10 വർഷമായി നമ്മൾ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. പിണറായി വിജയൻ്റെ ഒരു ഏകാധിപത്യ ഭരണമായിരുന്നില്ലേ പാർട്ടിയിലും സംസ്ഥാന സർക്കാരിലും കഴിഞ്ഞ ഒരു 10 കാലമായി നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ്റെ ഒരു വിശ്വസനീയത വിധേയനായി പ്രവർത്തിക്കുന്നല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പിണറായി വിജയൻ സർക്കാർ എടുക്കുന്ന എല്ലാ തെറ്റായ തീരുമാനങ്ങളെയും എഴുന്നേറ്റ് തൊഴുകയോടുകൂടി നിന്ന് മൂക്ക് മുട്ടിച്ച് അംഗീകരിക്കുന്ന ഒരു പാർട്ടി സെക്രട്ടറിയല്ലേ നമ്മൾ കഴിഞ്ഞ 4 വർഷമായി MV ഗോവിന്ദനിലൂടെ കാണുന്നത്. അതിനുമുമ്പ് കോടിയേരി ബാലകൃഷ്ണൻ ആയിരുന്നപ്പോഴും കോടിയേരി ബാലകൃഷ്ണൻ നിസ്സഹായനായ ഒരു പാർട്ടി സെക്രട്ടറി ആയിരുന്നില്ലേ. അപ്പോൾ ഒരു ഉളുപ്പും ലജ്ജയും ഇല്ലാതെ ഇയാൾ വന്നിരുന്ന് പറയുകയാണ് പാർട്ടിയെ മാത്രമേ തനിക്ക് ഭയമുള്ളൂ എന്ന്. ആലോചിച്ച് നോക്കാം, എന്തെങ്കിലും ലജ്ജയുണ്ടോ ഈ മനുഷ്യന്? പാർട്ടിക്ക് തന്നെയാണ് ഭയം എന്നുള്ളതല്ലേ വസ്തുത, സർക്കാരിന് പിണറായി വിജയനാണ് ഭയം എന്നുള്ളതല്ലേ വസ്തുത. പിണറായി വിജയനല്ലേ പാർട്ടിക്കും സർക്കാരിനും വേണ്ടി തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ പാർട്ടിയെയും ഗവൺമെൻറ്റിനെയും തൻ്റെ ചവിട്ടടിയിലിട്ട് ചവിട്ടി അരയ്ക്കുന്ന പിണറായി വിജയൻ ഒരു ഉളുപ്പുമില്ലാതെ വന്ന് ഒരു അഭിമുഖത്തിൽ പറയുകയാണ് തനിക്ക് പാർട്ടിയെ മാത്രമേ ഭയമുള്ളൂ എന്ന്. അപ്പം ഇങ്ങനെ പറയുമ്പോൾ ഈ പറയുന്ന നേതാവിൻ്റെ ഒരു ഇരട്ടത്താപ്പ്, ഒരു ഹിപ്പോക്രസി, അത് ജനങ്ങൾ മനസ്സിലാക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. പാർട്ടിയെ മാത്രമേ തനിക്ക് ഭയമുള്ളൂ എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന 5 ലക്ഷത്തിലധികം പാർട്ടി അംഗങ്ങളുണ്ട്, ഇത് കേൾക്കുന്ന ലക്ഷക്കണക്കിന് പാർട്ടിയുടെ അനുഭാവികളുണ്ട്, ഇത് കേൾക്കുന്ന ലക്ഷക്കണക്കിന് പാർട്ടിയുടെ വോട്ടർമാരുണ്ട്. അവരൊക്കെ സത്യത്തിൽ മൂക്കത്ത് കൈവെക്കുകയല്ല ചെയ്യുന്നത്, തലയിൽ കൈവെക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് ഈ മനുഷ്യൻ പറയുന്നത് എന്ന് പാർട്ടിയെയും സർക്കാരിനെയും ചവിട്ടടിയിലിട്ട് ചവിട്ടി അരച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ വന്നിരുന്നു കൊണ്ട് ഒരു അഭിമുഖ സംഭാഷണത്തിൽ പറയുകയാണ് തനിക്ക് പാർട്ടിയെ മാത്രമേ ഭയമുള്ളൂ എന്ന്. എന്തായാലും പാർട്ടി അണികളും കേരളത്തിലെ വോട്ടർമാരും അഭ്യുദയകാംക്ഷികളുമൊക്കെ അവർ തയ്യാറെടുത്തിരിക്കുകയാണ് ഇതിനൊക്കെ മറുപടി കൊടുക്കാൻ. ആ മറുപടി ഈ 2026 ഏപ്രിൽ മാസത്തിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പച്ചക്കള്ളങ്ങളും നട്ടാൽ കുരുക്കാത്ത നുണകളും വിളിച്ചു പറയുന്ന പിണറായി വിജയന് അവർ കണക്കിന് കൊടുത്തുകൊള്ളും എന്നുള്ള ഒരു സമാധാനത്തിലാണ് ഇപ്പോൾ ജനങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്.